ഉയർന്ന ചൂടിൽ ഒമാനിലെ സ്കൂളുകൾ തുറന്നതിൽ വിശദീകരണവുമായി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ്. രക്ഷിതാക്കൾ ആശങ്കയുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും വിദ്യാർത്ഥികൾക്ക് എസിയും തണുത്ത വെള്ളവും ക്ലിനിക് സൗകര്യങ്ങളും ഉറപ്പാക്കാനും ഡയറക്ടർ ബോർഡ് നിർദ്ദേശം നൽകി. മുൻവർഷങ്ങളിൽ കനത്ത വേനൽ ചൂട് കുറഞ്ഞ ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചിരുന്നതെങ്കിലും ഇത്തവണ ജൂലൈ പകുതിയോടെ തന്നെ സ്കൂളുകൾ തുറന്നതാണ് രക്ഷിതാക്കളെ ആശങ്കയിലാക്കിയത്. എന്നാൽ കുട്ടികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കി. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. സ്കൂൾ അസംബ്ലിയും കായിക പരിശീലനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ക്ലാസ് മുറികളിലും സ്കൂൾ ബസ്സുകളിലും എയർ കണ്ടീഷണറുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. വെയിലത്ത് പാർക്ക് ചെയ്ത ബസ്സുകളിൽ കുട്ടികളെ കാത്തുനിർത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കും. സൂര്യാഘാതം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സ്കൂൾ ക്ലിനിക്കുകളിൽ പ്രത്യേക മുൻകരുതലുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ജൂലൈ പകുതിയോടെ ക്ലാസുകൾ പുനരാരംഭിച്ചതിന് ശേഷം എല്ലാ സ്കൂളുകളിലും ശരാശരി 85% ഹാജർ രേഖപ്പെടുത്തിയതായി ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമാണ് എപ്പോഴും മുൻഗണനയെന്നും ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ഒമാൻ.